ആടിയുലയുന്ന കാലമേ, നിന്റെ വിരിമാറിൽ ഒരിറ്റു ദാഹജലത്തിന് വേണ്ടി കേഴുന്ന വേഴാമ്പലുകളെ പോലെ മർത്യജന്മങ്ങളിൽ ചിലരെയെങ്കിലും നീ കാണുന്നില്ലേ? രാവെന്നോ പകലെന്നോ ഇല്ലാതെ അധ്വാനത്തിന്റെ തീച്ചുളയിൽ തന്റെ വിയർപ്പ് തുള്ളികളെ കുടുംബത്തിന്റെ അന്നമാക്കി മാറ്റി സ്വയം ഉരുകിത്തീർന്ന് മറ്റുള്ളവരിലേക്ക് വെളിച്ചം പകരുന്ന മെഴുകുതിരി പോലെ ഉറ്റിറ്റു വീഴുന്ന കണ്ണുനീർ തുള്ളികൾക്ക് മധുരമാണോ കയ്പാണോ എന്ന് തിരിച്ചറിയാതെ സ്വയം ഉരുകിത്തീരുന്ന കുടുംബനാഥന്മാരുടെ ആത്മനിർവൃതിക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു മെഴുകുതിരി. നാടകരചന OTV ചു, രംഗപ്പടം KG ആർട്സ്, ദീപനിയന്ത്രണം MPP രാജ്, സമയം സോപാനം ബാബുരാജ്, സംഗീതം പടനിലം ബാബു, നാടക സംവിധാനം രാജേഷ് നെച്ചൂടി.
പടച്ചോനെ എത്ര നാളുള്ളത് മനുഷ്യന്മാരെ കഴിച്ചു കീറല്ല നമുക്ക് കൃഷ്ണനാര് ആരും ഇവിടെ കൃഷ്ണനാര് വേണ്ട കളി പോക്കർ കോയനോട് വേണ്ട പെട്ടത് പാണ്ടാറാണ് നമ്മളോട് കളിച്ചാല് അങ്ങനെ ഏത് നായ്ക്കളെക്കാൾ വലിയ ഇറങ്ങാനാണല്ലോ അന്നോട് ഇങ്ങോട്ട് കൊണ്ടടാ ഇങ്ങോട്ട് കൊണ്ടടാ കൊണ്ടങ്ങോട്ട് കുട്ടന് നേരം പോക്കുന്ന ഒരാളായി. ഒട്ടനാണെങ്കിലും കുട്ടനൊരു കുട്ടിയല്ലേ ഓനെക്കാടി ഇറങ്ങുന്നത് നാച്ചോടാ ഏത് അതാണ് അച്ഛാ ജാനുസാറാണല്ലോ നിങ്ങളൊന്നും അങ്ങോട്ട് പുറത്തേക്ക് നോക്കി എത്ര എണ്ണ കോമ്പനായിട്ട് ഞാൻ നടക്കുന്നത് ഈ അത് വിടുകോയെ. പണ്ടൊക്കെ ഒരു നായ മറ്റൊരു നായനെ കണ്ടാല് പറത്തിച്ചിട്ട് കടിക്കേനി. എന്നാല് ഇപ്പം മനുഷ്യന്മാര് തമ്മിൽ കാണുമ്പോ നിങ്ങളെന്താ അണ്ടി പോയ അങ്ങനെ പോലെ നിൽക്കുന്നത് എന്തെങ്കിലും ഒന്ന് പറയുന്നത് നിങ്ങളെ മുണ്ടാട്ട് മുട്ടിപ്പോയോ? ഞാൻ എന്ത് പറയാനാ പോയേക്ക, പറയേണ്ട ആളല്ലേ ഈ ഇരിക്കുന്ന. മിണ്ടാട്ടം മുട്ടിട്ട് കൊറേ കാലായി. നിങ്ങളെന്താണ് ചിമ്മിടി പൂതി വെച്ചോണം അങ്ങനെ കുത്തിരിക്കുന്നത്? ഞമ്മക്ക് വേറെ കുറെ കേസുള്ളതാ. ഏത് അതാണ് ഒന്നും പറയാൻ പറ്റിയ സമയമല്ല. അത്ര തന്നെ. അല്ല എന്ത്
ഞാൻ ഇപ്പം വരാട്ടോ. അന്ന കുട്ട കളിക്കല്ലേ, വാ അമ്മ ചോറ് തരാം. കോയെ നീ ഇപ്പം പോ. സമയാകുമ്പോ ഞാൻ അങ്ങോട്ട് പറയാം. അപ്പോ നല്ലൊരാളെ കൊണ്ടുവന്നാ മതി. ഇങ്ങളെ ചങ്ങായി ബ്രോക്കർ പോയപ്പോ നിങ്ങളെ മോളെ കല്യാണം കഴിഞ്ഞില്ലേ, അത് ഞമ്മക്കൊരു കുറച്ചില്ല. ഏത് അതാണ് നിലയില്ലാ കയത്തില് മുങ്ങിത്താവാണ് പോയെ ഞാൻ. എത്ര തുഴഞ്ഞാലും കര കയറില്ല. ഇനി തുഴയാൻ എനിക്ക് വയ്യ. കടം വാങ്ങലും കൊടുക്കലൊക്കെ മനുഷ്യന്മാർക്ക് പറഞ്ഞതല്ലേ ഇത്. പഠിച്ചോ തിരിച്ച വീതിനെ ആർക്കെങ്കിലും മറികടക്കാൻ പറ്റുമോ? ആ പഠിച്ചോൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരട്ടെ. ശാരദാമോ, 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാനാണ് നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതൊന്നും ചെയ്യാതെ പഠിച്ചോന്റെ തലയിൽ ഊറ്റം കെട്ടി വെക്കണം. ഈ കൈവെള്ളയിൽ വന്ന സൗഭാഗ്യത്തെ മാണിക്യമാണോ വൈരമാണോ എന്ന് തിരിച്ചറിയാതെ പുറങ്കാലുകൊണ്ട് തട്ടി മാറ്റി. അല്ല ആര്? കൃഷ്ണനായോ? അല്ല, ഈ ഞാനാ. കയ്യിലിരിക്കുന്ന പൊന്മുട്ടയിടുന്ന താറാവിനെ വിട്ട് പാറിപ്പറക്കുന്ന ചിത്രശലഭത്തെ മാറോടണയ്ക്കാൻ പ്രണയത്തിൻ്റെ നേർത്ത ചരടിലൂടെ ആവോളം പിടിച്ചു കയറി. പക്ഷേ അറിഞ്ഞില്ല പതനം ചതിയുടെ പടുകുഴിയിലേക്കായിരുന്നെന്ന്. ഹലോ ഹലോ, അതെ 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 നമ്മളാണ്. ഓ ഓ ചൂടിയ നാടി ചെയ്തറ്റ ഇങ്ങനെ മുക്കിൽ നിന്നാ മതി. നമ്മൾ എത്തിപ്പോയി. ഇതപ്പ വരും. എന്നാലേ നമ്മൾ പോവാണ്. ആ ബീരാന്റെ മോളെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. ഒത്താലി ഒരു കോള. ഏത് അതാണ്. ഇത് തന്നെയല്ലേ വീട്? അതെ, ഇത് തന്നെ. കൃഷ്ണേട്ടാ എവിടെ പോയി? ഇയാളെവിടെ പോവാത്തൊരാളാണല്ലോ. ഏയ്, ഇവിടെ ആരുമില്ലേ? ആരാ? എവിടുന്നാ? ഇരുന്നോളൂ. ഞങ്ങൾ ഇരിക്കാനും കിടക്കാനും വന്നതല്ല. എന്താണാവോ കാര്യം? 5-6 കൊല്ലം മുൻപ് ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തിരുന്നില്ലേ? സ്വപ്നങ്ങൾ നെയ്തെടുക്കാം ആവോളം. കുബേരനൊന്നും കൊട്ടാരത്തിലാണ്, കുചേലനോ തറയിലാണ്. വെറും തറയിൽ. സാറേ ക്ഷമിക്കണം. ആ ബാങ്കിലെ മാനേജറാണ് ഞാൻ. എന്താ തിരിച്ചടവൊന്നും കാണുന്നില്ലല്ലോ? മഹാകഷ്ടത്തിലാണ് സാറേ ഇവിടുത്തെ കാര്യങ്ങൾ. ലോൺ എടുക്കാൻ വന്നതും ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്. കരച്ചിലായി, പിഴിച്ചിലായി, കയ്യും കാലും പിടുത്തായി. എന്നിട്ടിപ്പോ ചോറ് കൊണ്ട നിങ്ങൾ അവന് ചോറ് കൊടുക്കീന്ന് അവന്റെ പള്ളം അറിയട്ടെ. ഓടാ പട്ടി. അയ്യോ, അല്ല, മുതലും പലിശയും പലിശയുടെ പലിശയുമായിട്ട് എത്ര ആയിന്നാ വിചാരം? കുറച്ച് ദിവസം കൂടി അവധി തരണം. എത്രയും പെട്ടെന്ന് ഞാൻ അടച്ചോളാം. അവധി കിട്ടിയാല് എവിടുന്ന് എന്തോന്നെടുത്ത് അടയ്ക്കാനാണ്? ആ, ഞാനിപ്പോ പോവാ. ഇനിയും എന്നെ ഇങ്ങോട്ട് വരുത്തിയാല് ചെണ്ട കൊട്ടി നാട്ടുകാരെ അറിയിച്ചായിരിക്കും ഞങ്ങളുടെ വരവ്. സാറേ, ചെണ്ടയോ? എന്ത് ചെണ്ട? ഈയുള്ളവന്റെ ഉള്ളിൽ പഞ്ചാരിയും പാണ്ടിയും മുറിപ്പാണ്ടിയും കൊട്ടിക്കലാസം നടത്താൻ തുടങ്ങിയിട്ട് കാലം കുറയായി. എന്റെ ഉള്ളിലെ ചെമ്പടതോളം കലാശം കൊട്ടി തീരും വരെ എന്റെ കുടുംബത്തെ തൊടാൻ ആരെയും അനുവദിക്കില്ല ഈ
കൃഷ്ണൻ. ഓ, ഒരിളക്കം തട്ടാതെ അവിടെ തന്നെ ഉണ്ട്. ഒന്ന് എണീറ്റായെന്ന് മൂട്ടിന് വേര് പിടിക്കും. ഓ, ഇങ്ങനെ ഉണ്ടാവോ മനുഷ്യന്മാരെ? എപ്പ നോക്കിയാലും ഓട്ടുപാത്രം പണയം വെച്ച പോലെ അവിടെ അങ്ങനെ ഇരിക്കും. ലക്ഷണക്കേട്. എന്താടി നീ വന്ന് കയറിപ്പോയി തുടങ്ങിയോ? അല്ലമ്മേ, ഇങ്ങനെ ഉണ്ടാവൂ മനുഷ്യന്മാര്? എന്ത് പറഞ്ഞാലും ഒരു ഉളുപ്പില്ലാതെ. എന്താടി അവിടെ ഇരുന്നോട്ടെ, നിന്റെ തലയിലൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്. എടി, നിന്റെ ചേച്ചിയെ കണ്ടു പഠിക്കണം. അവളും ഈ വീട്ടിൽ നിന്നല്ലേ ഇറങ്ങിപ്പോയത്. നീ പറയും പോലെയുള്ള ഒരു സംസാരവും അവളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അത് ചേച്ചി ഹിന്ദു മുതല് വേറെയാ. ഓ, നീ എന്താ മാനത്തിൽ നിന്ന് താനെ പൊട്ടി വീണതല്ലേ? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ തീർന്നില്ലേ? ആര് വാങ്ങുന്നത് വെച്ചിട്ടാ? നീ ഞാനോ? ഇല്ലടി, നിന്നെ ഞാൻ കാത്തു നിൽക്കുന്നില്ല. കിട്ടുന്നത് മുഴുവൻ നീ ഇങ്ങനെ ചിലവഴിക്കുകയല്ലേ? അതെ, ഞാൻ അധ്വാനിക്കുന്ന പണം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ വാങ്ങുന്നത്. അല്ലാതെ നിങ്ങളുടെ ആരുടെയും ഒരു ചില്ലിക്കാശ് എനിക്ക് വേണ്ട. ഒരു തന്തയും ഒരു തള്ളയും. അതെ, ഞങ്ങൾ മോശക്കാരാ. നിന്നെയൊക്കെ പോറ്റി വളർത്തി വലുതാക്കിയതാ കൃഷ്ണേട്ടൻ ചെയ്ത തെറ്റ്. എന്നോട് ദേഷ്യപ്പെടണ്ട മക്കളെ. മാത്രം പോരാ, പോറ്റാനും പഠിക്കണം. എടി നിർത്തടി, ഇനി ഒരു അക്ഷരം നീ മിണ്ടിയാൽ കരണക്കുറ്റി അടിച്ചു പൊളിക്കും ഞാൻ. കുറച്ചു കാലായി നീ കൃഷ്ണേട്ടന്റെ മുതുകത്ത് കയറാൻ തുടങ്ങിയിട്ട്. നീ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും കുത്തുവാക്കുകൾ കൊണ്ട് കർണപടം പൊട്ടുമ്പോഴും മൗനമായിരിക്കുന്നത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല. ആ മൗനത്തിന് മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. അത് മനസ്സിലാക്കിക്കോ നീ. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. ഇനിയെങ്കിലും മറ്റുള്ളവർക്ക് ഭാരമായി നിൽക്കാതെ എവിടെയെങ്കിലും ഒന്ന് പോയി തോലഞ്ഞൂടെ? എടി നിർത്താൻ. ഇത്രയും ശിക്ഷിക്കാൻ മാത്രം എന്ത് തെറ്റാടി നിന്നോട് ചെയ്തത്? കൃഷ്ണേട്ടൻ ആരാന്നറിയോ നിനക്ക്? കൃഷ്ണേട്ടൻ നിങ്ങളെ വേണ്ട, അപ്പോലെ പറഞ്ഞോട്ടെ. അമ്മേ, എനിക്ക് പൈക്കുണ്ട്. ചേച്ചി എനിക്ക് ചോറ് കൊണ്ട. ഓ, അവിടെ ചോദിക്കേ. ചേച്ചി എനിക്ക് ചോറ് കൊണ്ട. കൃഷ്ണേട്ടാ, എല്ലാത്തിനും എനിക്ക് മാപ്പ്. എന്നെ വെറുക്കരുത്. പെൺമക്കളെ നേർവഴിക്ക് നടത്തേണ്ടത് അമ്മയാണ്. എനിക്കതിന് കഴിഞ്ഞില്ല. ഞാൻ വഴിതെറ്റി വന്നതല്ലേ. കുട്ടൻ വാ, അമ്മ ചോറ് തരാം. ചില്ലയിൽ കൂടുകൂട്ടുന്നൊരാ കുഞ്ഞോമൽ കിളികളാണെൻ കുടുംബം. മീനക്കൊടും ചൂടിൽ തൊണ്ട പൊട്ടുമ്പോഴും അന്നത്തെ അന്നത്തിനായി പിടഞ്ഞു. പറയുവാനുണ്ടേറെ ഉള്ളു പിടയുന്നു. ഏകനാം വിഷുപക്ഷി നിന്നു കേണു. ഇനിയും നിലയ്ക്കാത്ത ശരവർഷവാക്കുകൾ നോവിന്റെ നൊമ്പരമായിടുമ്പോൾ ഓർത്തുപോകും നീതമാത്യജന്മം. അശ്വമായോടി തളർന്ന കാലം.
സാക്ഷി ഓർക്കുക നീ എൻ്റെ മൂകസാക്ഷി. أشهد أن لا إله إلا الله. അമ്മേ അമ്മേ എന്താ അമ്മ ഇത്? അച്ഛന്റെ വരവും കാത്ത് നിന്നതാ. വരാണ്ടായപ്പോ ഞാനൊന്ന് മയങ്ങിപ്പോയി. ഭഗവാനെ, ആപത്തൊന്നും വരുത്തല്ലേ. ആദ്യമായിട്ടാ ഇങ്ങനെ. അമ്മേ, നിങ്ങൾ ഉറക്കം കളഞ്ഞ് അസുഖം വരുത്തി വെക്കണ്ട. സമയാവുമ്പോ ഇങ്ങോട്ട് വന്നോളൂ. കാത്തു നിൽക്കാൻ പറ്റിയ മുതലും. നിങ്ങളെന്താ മക്കളെ ഇത്ര രാവിലെ? അതിപ്പോ എന്താ എന്ത് പറ്റി? ഈ പറയ്. കൃഷ്ണേട്ടന് ഒരു ആക്സിഡന്റ് പറ്റി. കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ, മോളെ. എന്താ അമ്മേ? അമ്മേ, കൃഷ്ണേട്ടൻ ഒരു ആക്സിഡന്റ് പറ്റി. മെഡിക്കൽ കോളേജിലാണ്. മോളെ, മോളെ, കൃഷ്ണേട്ടാ. അമ്മേ, ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. അമ്മ കരയണ്ട, കരയണ്ട അമ്മേ. മോളെ വാ, മോളെ വാ, നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തണം. ഇപ്പം അങ്ങോട്ട് പോകണമെന്നില്ല. കണ്ണ, എനിക്കിപ്പം കൃഷ്ണേട്ടനെ കാണണം. മോളെ വാ. ഹലോ. ആ അതെ അതെ. ആ വേഗം വരണം. പിന്നെ അത്യാവശ്യം എല്ലാവരോടും ഒന്ന് പറയാം. ആ ആ ഒരു 3 പായ എടുക്കാം. ഒരു 10 കസാരയും കൂടെ എടുക്കാൻ പറ. ആ അതെ, ഒരു 10 കസേര കിട്ടും. പിന്നെ ഫോൺ വെക്കാൻ കേട്ടോ. ആ ഞാൻ ഫോൺ ഇവിടെ കൊടുക്കേ. ഹലോ. ആ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ കൂടെ വരല്ലേ? പിന്നെ ആ പൂജാ സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ പറഞ്ഞൊക്കെ വാങ്ങിയില്ലേ? ആ എന്നാ ശരി, ഓക്കെ. എന്താ പറ്റിയേ? ആ കോയക്ക് പാണ്ടിലോറി കയറിയെന്നാ കേട്ടത്. തല തീരെ ഇല്ല. വണ്ടിയുടെ മുന്നിൽ ചാടിയതാണോന്നൊരു സംശയമുണ്ട്. അങ്ങനെ ചെയ്യാൻ എന്താ പെടുന്നുണ്ടായത്? പോയേക്ക ആത്മഹത്യയാണോ അപകടമാണോ എന്നൊന്നും ഇപ്പം പറയാൻ പറ്റില്ല. ഡോക്ടർ ഇങ്ങോട്ട് വരട്ടെ. കണ്ണേട്ടാ, എന്തിനാ അമ്മ കരയുന്നത്? അമ്മ കരയുമ്പോ കുട്ടൻ കരച്ചിൽ വരും. അത് പറഞ്ഞാലിപ്പോ കുട്ടന് മനസ്സിലാവില്ല. ഇങ്ങോട്ട് പോയി കുട്ട പോയി. അമ്മ, കുട്ടന് ചോറ് കൊണ്ട. ആ ആ അവർ വന്നു ആ തോന്നുന്നത്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. കഴിച്ച് കുട്ടികൾ
ഉണ്ടാവണല്ലോ. പറഞ്ഞാൽ മനസ്സിലാവുന്നു. ഇത്രയും ചേർത്ത് എന്താ സുഖം കണ്ടു. വളരെയായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. എന്താണെന്ന് പറയാം, ഒന്നും ചെയ്യാൻ കഴിയില്ല. പോയത് നീ കൃഷ്ണേട്ട ഒരു നല്ല മനുഷ്യനായിരുന്നു. ഒരു ഉപകാരം മൂപ്പർക്ക് വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റാൻ നോക്കാം. അത്രയും നമുക്ക് പറ്റുള്ളൂ. കുടുംബക്കാരെ എന്തെങ്കിലും അറിയിക്കണ്ടേ? അത്രയും പെട്ടെന്ന് എല്ലാവർക്കും ഒന്ന് അറിയിക്കുക. അതേ പിന്നെ ചെയ്യാൻ പറ്റും. ആ കണ്ണ, എങ്ങനെയാണ് മറ്റു കാര്യങ്ങളൊക്കെ? ഇവിടെ തീരുമാനമെടുക്കാനും നടപ്പാക്കാനും നമ്മളൊക്കെ തന്നെയേ ഉള്ളൂ. ബന്ധുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ വരാൻ സാധ്യതയും കാണുന്നില്ല. മൂത്ത മകളും കുട്ടികളൊക്കെ വന്നിട്ടില്ലേ? ആ ഉണ്ട്, അവരെത്തിയിട്ടുണ്ട്. കണ്ണേട്ടാ, കണ്ണേട്ടാ, കുട്ടന് പൈക്കുണ്ട്. ഇതാരൊന്നും തന്നില്ല കുട്ടന്. സഹിക്കാൻ വയ്യ കണ്ണേട്ടാ. എന്തെങ്കിലും ഒരു മാർഗം? ഇതിനുള്ള മാർഗം ഞാൻ ഉണ്ടാക്കാം. കാര്യങ്ങൾ നടക്കട്ടെ. കുട്ടാ, വാ വാ വാ. കണ്ണ, മറ്റു ബന്ധുക്കൾ വരാത്ത സ്ഥിതിക്ക് കൃഷ്ണേട്ടന്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്തരുത്. അതിനു വേണ്ട എല്ലാ ചെലവുകളും ഞാൻ എടുത്തോളാം. അത്രയ്ക്ക് കടപ്പാടാണ്, എനിക്ക് ആ മനുഷ്യനോട്. അത്രയ്ക്ക് കടപ്പാടാണ്, എനിക്ക് ആ മനുഷ്യനോട്. അമ്മേ, അച്ഛനേടെ എത്ര ദിവസമായി അമ്മ കായ്പ കിട്ടിയിട്ട് കുട്ടന്? എത്ര ദിവസമായി അമ്മ കൊള്ള നിറഞ്ഞിട്ട് ചോറിനെങ്കിലും വേണ്ട അമ്മേ. കഞ്ഞിയുണ്ടമ്മേ കുട്ടന് കിട്ടേ. അമ്മേ, ഇത്തിരി കഞ്ഞി തരുമോ കുട്ടന്? കുട്ട, ഇവിടെ ഒരു വകയില്ല. ചേച്ചി വരട്ടെ, എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കില്ല. കുട്ടൻ പോയി കളിച്ചോ. ഉറപ്പാണല്ലോ. ആരാ? ഞാൻ ഡോക്ടർ വിശ്വനാഥ്, കൃഷ്ണേട്ടന്റെ ഒരു അകന്ന ബന്ധുവാണ്. ബന്ധങ്ങളെയും ബന്ധുക്കളെയും എന്നോ മറന്നവരാണ് ഞങ്ങൾ. മാത്രവുമല്ല, ഇത്തരം ഒരു ബന്ധുവിനെ കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. നിങ്ങളോടൊന്നല്ല, മറ്റാരോടും പറയുവാനും സാധ്യതയില്ല. അതാണ് കൃഷ്ണേട്ടൻ. കയറി ഇരുന്നോളൂ. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ചായയോ കാപ്പിയോ എന്തു വേണമെങ്കിലും ആവാം. എന്താ ഒരു വിഷമം? ഒന്നും കാണില്ലല്ലേ? എങ്ങനെ പറയണമെന്നറിയില്ല. കൃഷ്ണേട്ടനുള്ളപ്പോ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. കുട്ടന്റെ ഈ അവസ്ഥ കാരണം എനിക്കൊന്നിനും പോകാനും കഴിയില്ല. മകളെന്തേ ഇന്ദു? അവളൊന്നും കിട്ടുന്ന വരുമാനം അവളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് മിച്ചം വന്നാൽ എന്തെങ്കിലും. അമ്മേ, കുട്ടന് പൈക്കില്. കുട്ടനാണ് പാവം. കുറേ ദിവസമായി കാര്യമായിട്ട് വല്ലതും കഴിച്ചിട്ട്. വിശപ്പും കുട്ടനും കൂടെപ്പിറപ്പാ. കുട്ടന്റെ
വിശപ്പ് മാറ്റാൻ പാടുപെടുന്ന ആളായിരുന്നു കൃഷ്ണേട്ടൻ. എന്നിട്ടും സ്വൈരവും സമാധാനവും കൊടുത്തിട്ടുണ്ടോ? കണ്ണ് നഷ്ടപ്പെട്ടാലേ അതിന്റെ വിലയാണ്. ശരിയാണ്, നഷ്ടപ്പെട്ടാലേ നഷ്ടപ്പെട്ടതിന്റെ വില എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നീട് നഷ്ടപ്പെട്ടതോർത്ത് കണ്ണുനീരൊഴിക്കേണ്ടി വരും. ആ അത് പോട്ടെ, കഴിഞ്ഞു പോയതിനെ കുറിച്ചോർത്ത് വേവലാതിപ്പെട്ടിട്ട് ഇനി കാര്യമില്ല. ദാ ഇത് വാങ്ങിച്ചോളൂ, എന്റെ ഒരു സഹായം. വേണ്ട, ഇത് വാങ്ങാൻ എനിക്ക് അർഹതയില്ല. വാങ്ങിയാൽ തിരിച്ചു തരാൻ എനിക്ക് കഴിയണമെന്നില്ല. ഇത് തിരിച്ചു തരാൻ വേണ്ടി തരുന്നതല്ല, കൃഷ്ണേട്ടന്റെ കുടുംബത്തിന് ഞാൻ ചെയ്യുന്ന ഒരു സഹായമായി കണ്ടാൽ മതി. കൃഷ്ണേട്ടനുള്ളപ്പോൾ ഒരാളുടെ മുന്നിലും കൈനീട്ടിയിട്ടില്ല, ഞങ്ങളെ അനുവദിച്ചിട്ടുമില്ല. ഞാനിത് വാങ്ങിയാൽ കൃഷ്ണേട്ടന്റെ ആത്മാവ് എന്നോട് പൊറുക്കില്ല. ഞാനൊരു ഡോക്ടറാണ്. ഞാൻ ഈ നിലയിലെത്താൻ പ്രധാന കാരണം കൃഷ്ണേട്ടനാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്കിത് വാങ്ങാം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് വാങ്ങില്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് സാമ്പത്തികമായി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കൃഷ്ണേട്ടൻ. ഇത് കൃഷ്ണേട്ടന്റെ പണം തന്നെയാണ്. അന്ന് തിരിച്ചു കൊടുക്കാൻ കഴിയാത്തത് ഇന്ന് തിരിച്ചു തരുന്നു എന്ന് കരുതിയാൽ മാത്രമാണ്. അമ്മേ അമ്മേ ചക്ക വയ്യമ്പരാട്ടി തന്നതാ. മോനെ, ഷോ, അമ്മേ ആരാ? ഏട്ടന്റെ കുട്ടനാ? അല്ല, കുട്ടന്റെ ഏട്ടൻ. ഏതായാലും ഞാൻ ഇപ്പോൾ പോകുന്നു. ആ കുട്ടന് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കും. ആരമ്മേ പോയത്? അത് ഡോക്ടർ വിശ്വനാഥൻ, അച്ഛന്റെ ഒരു അകന്ന ബന്ധുവാണ്. ചേച്ചി കായപ്പോ കുന്ത, അവന്റെ ഒരു കായപ്പോ. മാറി നിൽക്ക്. എന്തിനാണ് അമ്മയാള് വന്നത്? അച്ഛന്റെ ബന്ധുവല്ലേ, സാമ്പത്തികമായി നമ്മളെ സഹായിച്ചു. എവിടെ നോക്കട്ടെ. അമ്മേ, എനിക്കൊരു ചുരിദാർ വേണം. പിന്നെ കടം വാങ്ങി കുറച്ച് കൊടുക്കാനുമുണ്ട്. ഇന്ദു, ആരാ? മനസ്സിലായില്ല. ഇല്ല, മനസ്സിലാവില്ല. എൻ്റെ പേര് നന്ദഗോപൻ. ഇഷ്ടപ്പെടുന്നവർ കണ്ണനെന്നും വിളിക്കും. എന്താണാവോ വരവിന്റെ ഉദ്ദേശം? അച്ഛൻ മരിച്ച സമയത്ത് ഞാനിവിടെ വന്നിരുന്നു. ഒന്ന് കാണാനോ സംസാരിക്കാനോ അന്ന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ ഭവതിയെ പരിചയപ്പെടാൻ വന്നതാണോ? സംസാരത്തിൽ ഇത്രയും ദാഷ്ട്യം വേണോ? അച്ഛൻ മരിച്ചു, ചടങ്ങുകളും കഴിഞ്ഞു, നെഞ്ചത്തൊരു വാഴയും നട്ടു. ഇനിയും പരിചയം പുതുക്കാൻ വന്ന നിങ്ങളോട് എന്ത് പറയണം? പരിചയമില്ലാത്തവരായി നടിച്ചു. പോട്ടെ, ഈ കുത്തുവാക്കുകൾ ഒഴിവാക്കിക്കൂടെ? എന്റെ വാക്കുകൾ നെഞ്ചിൽ ചെന്ന് തറയ്ക്കുമ്പോൾ കുത്തുവാക്കുകളായി തോന്നുന്നുവെങ്കിൽ അതെന്റെ കുറ്റമല്ല. നിന്റെ വാക്കുകളെ കുത്തുവാക്കുകളായിട്ടല്ല, വ്യക്തമായ സ്വപ്നങ്ങളിൽ മധുരിക്കുന്ന ഓർമ്മകളാണ് ഈ കണ്ണൻ. എന്നിട്ടും പുറം കാലുകൊണ്ട് എന്നെ തള്ളി മാറ്റി. നെഞ്ചു പിളർക്കുന്ന വേദനയുടെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളി. നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്റെ കുറ്റമല്ല. അതെ, കുറ്റമെന്നും ഈ ബലഹീനയായ എനിക്ക് തന്നെയാവട്ടെ. അതെ, എന്നും നീ തന്നെയാണ് തെറ്റുകാരി. എങ്ങനെയാണെന്ന് പറയാൻ? മനുഷ്യനെ പച്ചയോടെ കടിച്ചു കീറാൻ ശ്രമിക്കുന്ന നിന്റെ പിടിവാശി, ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണമെന്നറിയാത്ത നിന്റെ ഈ സ്വഭാവം. ആർക്കു വേണ്ടിയും എന്റെ സ്വഭാവത്തെ മാറ്റാൻ എനിക്ക് കഴിയില്ല. വേണം, തെറ്റുകൾ ബോധ്യപ്പെട്ടാൽ തിരുത്താൻ തയ്യാറാവണമെന്നു. അങ്ങനെയെങ്കിൽ പക്ഷിമൃഗാദികളുടെ സ്വഭാവം മാറ്റാൻ നിങ്ങൾക്ക് കഴിയുമോ? മൃഗമാണെന്ന് സ്വയം വിശേഷിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് കഴിയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി, അത്ര തന്നെ. ഓർമ്മകൾക്കോ ചിന്തകൾക്കോ ഒരു തടസ്സവും വന്നിട്ടില്ല ഈ കാണാൻ. പക്ഷേ
മനം മടുത്ത് പുതിയ മേച്ചിൽപ്പുറങ്ങൾ കാണുമ്പോൾ പ്രേമിച്ച പെണ്ണിനെ ഉപേക്ഷിച്ച് സ്വപ്നങ്ങൾ കണ്ടു മയങ്ങി. ഇന്ദു, ഒരിക്കൽ പരസ്പരം സ്നേഹിച്ചവരാണ് നാം. മനച്ചപ്പ് തുറന്ന് സ്വപ്നങ്ങൾ നെയ്ത് വർണ്ണ ചിറവ് വിരിച്ച് പൂത്തുമ്പികളെ പോലെ ചിത്രശലഭങ്ങളെ പോലെ ആടിപ്പാടി നടന്നവരല്ലേ. എന്നിട്ടും എന്തിനാണ് എന്നെ ആ മനസ്സിൽ നിന്നും ഒട്ടും മനസാക്ഷിയില്ലാതെ പറിച്ചെറിഞ്ഞത്? എന്റെ മനസ്സിൽ നിന്നും നിന്നെ പറിച്ചെറിയാൻ ഉണ്ടെങ്കിൽ തന്നെ കാരണമൊന്നുമില്ല. ഞാനോ? എന്ത് തെറ്റാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്? ഈ ചോദ്യം നീ നിന്നോട് തന്നെ ചോദിക്കണം. ചോദ്യമുണ്ടെങ്കിലേ ഉത്തരമുണ്ട്. ഞാൻ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് പറയാൻ ബാധ്യസ്ഥനാണ് നിങ്ങൾ. ഹിന്ദു, നമ്മൾ മനുഷ്യരാണ്. അമാനുഷിക കഴിവുകൾ ഒന്നുമില്ല. തെറ്റുപറ്റും, അത് സ്വാഭാവികം. തിരുത്താനും നമ്മൾ തന്നെ തയ്യാറാവും. അപ്പോഴേ നമ്മൾ ഒരു മനുഷ്യരാവും. നിങ്ങളുടെ വർണ്ണനയോ വാക്ചാതുര്യമോ വേണമെന്നില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തു അത് പറയാൻ. നിന്റെ അച്ഛനോട്, കൃഷ്ണേട്ടനോട് നീ പറയുന്ന വാക്കുകളും നിന്റെ ക്രൂരതകളും ഒരുപാട് കണ്ടവനാണ് ഞാൻ. ഞാനും അച്ഛനും തമ്മിലുള്ള പ്രശ്നത്തിൽ നിങ്ങൾക്ക് എന്ത് കാര്യം? ഉണ്ട്, എനിക്ക് കാര്യമുണ്ട്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്. ഹിന്ദു, എനിക്ക് പ്രായമായ ഒരു അമ്മയും 2 സഹോദരിമാർ. അവരോട് നീ എങ്ങനെ പെരുമാറുമെന്ന് ഞാനൊന്ന് ചിന്തിച്ചു. അന്നു മുതൽ നമ്മുടെ അകൽച്ചയും ആരംഭിച്ചു. ഹിന്ദു, നിന്റെ തെറ്റുകൾ തിരുത്തി തിരിച്ചു വരും വരെ നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ഈ കണ്ണൻ തയ്യാറാണ്. ഭൂമി തന്നെ പിളർന്നാലും പ്രളയം വന്ന് മൂടിയാലും കണ്ണന്റെ വാക്ക് മാറില്ല. ആ കണ്ണനോ? പോകാൻ ധൃതിയായോ? ആ, കുറച്ച് സമയമായി വന്നിട്ട്. ഹിന്ദുവിനോട് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. വീട്ടിൽ അമ്മ ഒറ്റയ്ക്കാണ്. വരട്ടെ. ഹിന്ദു, എന്താ മോളെ? എന്താ പറ്റിയത്? അമ്മ ഒന്ന് കടന്നു പോകുന്നുണ്ടോ? ആരും ഒരു സ്വൈര്യവും സമാധാനവും തരരുത്. അമ്മ എനിക്ക് ചോറ് കൊണ്ട മുണ്ടന്. പോടാ. ചോറ് ചോറ് നിന്റെ തന്തയോട് ചോദിക്കും. ഹിന്ദു, അമ്മ അലറണ്ട. മക്കൾക്ക് വേണ്ടി എന്ത് കരുതി വെച്ചിട്ടാ ആ ചെറുത്താൻ പോയത്? മോളെ വേണ്ട. ചത്തു മണ്ണോട് മണ്ണായിട്ടും നിർത്താറായില്ലേ നിനക്ക്? ഇല്ല, നിർത്തില്ല. ആയ കാലത്ത് അധ്വാനിച്ച് മക്കൾക്ക് വേണ്ടി സമ്പാദിക്കണം. അതാണ് അച്ഛൻ. അല്ലാതെ വേണ്ട, നിർത്ത്. ഇനി ഒരു അക്ഷരം നീ കൃഷ്ണേട്ടനെ കുറിച്ച് പറഞ്ഞു പോകരുത്. പറയും, ഞാൻ ഇനിയും പറയും. അതിനുള്ള അർഹത എനിക്കുണ്ട്. ഇല്ല, അതിനുള്ള അർഹത നിനക്കില്ല. ഇല്ലേ? എന്തുകൊണ്ടില്ല? പറയാൻ പറയാൻ. കൃഷ്ണേട്ടൻ നിങ്ങളുടെ അച്ഛനല്ല. നിങ്ങളുടെ അച്ഛനല്ല. എന്റെ അച്ഛനല്ല. ആരുമല്ല, 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 ആരുമല്ല. കൃഷ്ണൻ നായരുടെയും ശാരദയുടെയും ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ഇതുവരെ ആരോടും പറയാതിരുന്ന ആ രഹസ്യം എന്താണ്? നാടകത്തിന്റെ 2ാം പകുതിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. അരങ്ങിലെ താരങ്ങൾ: KP നാരായണൻ, വിനായക നെച്ചൂളി, രാജേഷ് നെച്ചൂളി, ഷാംജു തെക്കേത്തൊടികെ, ജഗദീഷ് കറുത്തേടത്ത്, അരവിന്ദാക്ഷൻ എടക്കാട്ട്, ബൈജു നെച്ചോളി, ജോബിഷ് കറുത്തേടത്ത്, രാഗിത സുരേഷ്, രജിത പെരുമണ്ണ, മിനി നാരായണൻ നെച്ചോളി, സുബിഷ റിച്ചു, ബാലതാരങ്ങൾ വേദ പാർവതി, ദക്ഷ റിച്ചു, പവിത്ര സുബ്രഹ്മണ്യം. നാടകരചന OTV ചൂരു. സംഗീതം പടനിലം ബാബു. ആലാപനം ദേജു ചാത്തമംഗലം, റന്യ രനികുമാർ, ദിനേശ് കുമാർ നെച്ചൂളി, ശിവാഞ്ജലി നൃത്തകലാലയം. ഓർക്കസ്ട്ര സലാം ഗീരോടി. ശബ്ദലേഖനം രാജീവ് കൗതുകം. പശ്ചാത്തല സംഗീതം ഷാമിൽ ഷാ പൂനൂർ. രംഗപടം KG ആർട്സ്. ദീപനിയന്ത്രണം MP രാജ്. ചമയം സോപാനം ബാബുരാജ്. സഹായികൾ രൂപേഷ് റാം സർക്കിൾ നെച്ചൂളി, ദീപു അരിയഞ്ചേരി,
അരുൺ നടക്കൽ. നാടക സംവിധാനം രാജേഷ് നിച്ചൂടി. മെഴുകുതിരിയുടെ രണ്ടാം പകുതിയിലേക്ക്. തങ്കപത്മത്തൂരിയിട്ട തമ്പുരാട്ടേ, നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്നു മുടക്കും ഞാൻ. തിരുവെൽവമലയിൽ നേരിട്ടു കൊണ്ടുവരും ഇളനീർ കൂട നിന്നുടയ്ക്കും ഞാൻ. കൃഷ്ണേട്ടാ, എന്താ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കാം. എന്താ ഇന്നത്തെ ഒരു ചുറ്റിക്കളി? വിശ്വനാഥ, കുട്ടികൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയില്ല. നിനക്കിന്ന് കോളേജിലൊന്നും പോകാനില്ലേ? കൃഷ്ണേട്ടാ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ, അത് നിങ്ങൾ ഇത്രയും ചൂടാവണം. നിന്നോട് ചൂടാവാൻ ഞാനോ? എന്താടാ കിട്ടാ? കൃഷ്ണേട്ടാ, പിന്നെ എന്താടോ ഒരു പിന്നെ? എനിക്ക് MBBS ചേരണമെന്നുണ്ട്. അതിനെന്താ, നീ ചേർന്ന് പഠിച്ചോ? അതല്ല കൃഷ്ണേട്ടാ, അതിന് കുറെ പണച്ചെലവുണ്ട്. അച്ഛൻ്റെ കൈവശം ഒന്നുമില്ല. അതുകൊണ്ട് നിനക്ക് പഠിക്കാൻ വേണ്ടി കൃഷ്ണേട്ടൻ നിന്നെ സഹായിക്കണം. അതല്ലേ കാര്യം. മോനെ വിശ്വനാഥ, കുട്ടൻ MBBS ചേരാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യും. പിന്നെ പണം, അത് ഈ കൃഷ്ണേട്ടൻ ഏറ്റും. കൃഷ്ണേട്ടാ, എന്നാ ഞാൻ ഈ കടങ്ങളൊക്കെ വീട്ടിൽ തീരാ? എത്ര പണമാ പലപ്പോഴായി കൃഷ്ണേട്ടൻ എന്നെ സഹായിച്ചത്. അതൊന്നും നീ ഇപ്പോൾ ആലോചിക്കണ്ട. നീ പഠിച്ച് വലിയ ആളാകുമ്പോൾ കൃഷ്ണേട്ടന് വയസ്സാവും. ആ സമയത്ത് കൃഷ്ണേട്ടനെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും. വിശ്വനാഥൻ ഇപ്പൊ പോ. കള്ളൻ, എനിക്കറിയാം എന്നെ കാത്തു നിൽക്കുകയാണെന്ന്. ഞാനോ കാത്തു നിൽക്കേ? നിന്നെയോ? കൃഷ്ണേട്ടാ, ഇതാ നോക്കി, നിങ്ങൾക്ക് കളവ് പറയാൻ അറിയില്ല. എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടാവുന്നത്? നീ പറയുന്നത് നേരാ. നിന്നെ കാണാതെ തിന്നാനും കുടിക്കാനും ഉറങ്ങാനും പറ്റാത്ത അവസ്ഥയാണ്. എന്നിട്ടാണോ എനിക്ക് കരിവള വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് തരാത്തത്? കരിവളയോ? ഇതാ നോക്ക്. കരിവള മാത്രമല്ല, നീ എന്ത് ചോദിച്ചാലും കരൾ വരെ പറിച്ചു നോക്കും ഞാൻ. കൃഷ്ണേട്ടനെ അത്ര ഇഷ്ടമാണോ എന്നെ? ഒരു പുരുഷന് ഇഷ്ടപ്പെടുന്ന സ്ത്രീ സൗന്ദര്യത്തിന്റെ എല്ലാ പര്യായങ്ങളും നിന്നിലുണ്ട്. പിന്നെ ആരാ പെണ്ണെ നിന്നെ ഇഷ്ടപ്പെടാതിരിക്കുക? എന്നാ പിന്നെ കല്യാണം കഴിച്ചൂടെ? വേണം. ഈ ചിങ്ങം പിറന്നാല് നിന്റെ അച്ഛന്റെയും ആങ്ങളമാരുടെയും മുന്നിൽ വന്ന് ഞാൻ പെണ്ണ് ചോദിക്കും. അയ്യോ, കല്യാണം ഇപ്പൊ വേണ്ട. അതെന്താ പെണ്ണെ അങ്ങനെ? ഞാൻ കുട്ടിയല്ലേ, പിന്നെ അതുമല്ല ഞാൻ പഠിക്കല്ലേ. ഓ അങ്ങനെ. കളിയാക്കി ചിരിക്കൊന്നും വേണ്ട. അച്ഛൻ എന്നെ കെട്ടിച്ച് തന്നില്ലെങ്കിലോ? തന്നില്ലെങ്കിലോ? അച്ഛന്റെയും മേട്ടന്മാരുടെയും മുന്നിൽ വെച്ച് നിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് ഈ കരുത്തിലൊരു താലി ചാർത്തും ഞാൻ. പിന്നെ പിന്നെ നീയും ഞാനും നമ്മുടെ ഈ ലോകവും.
ചിറകുമായി തമ്പുരു ശ്രുതി മീട്ടും മനസ്സിനുള്ളിൽ വർണ്ണങ്ങൾ പ്രേമാരിയായി നിൻ കാർക്കൂന്തൽ തൊട്ടു തലോടിടുമ്പോൾ അഞ്ജന വിഴികളിൽ പൊൻതിരി വെട്ടമായി ഉറുമിച്ചിരിച്ചെന്റെ മനം കവർന്നു നീ മനം കവർന്നു ചിറകുമായി തമ്പുരു ശ്രുതി മീട്ടും മനസ്സിനുള്ളിൽ വർണ്ണങ്ങൾ പ്രേമാരിയായി നിൻ കാർക്കൂന്തൽ തൊട്ടു തലോടിടുമ്പോൾ അഞ്ജന വിഴികളിൽ പൊൻതിരി വെട്ടമായി ഉണുങ്ങിച്ചിരിച്ചെന്റെ മനം കവർന്നു നീ മനം കവർന്നു. ചുണ്ടിലെ പാട്ടിന്റെ പാലാഴി അലതല്ലിയോളങ്ങൾ തിരിച്ചിടുമ്പോൾ ചുണ്ടിലെ പാട്ടിന്റെ പാലാഴി അലതല്ലിയോളങ്ങൾ തിരിച്ചിടുമ്പോൾ ചെറുവിരലുകൾ കൊണ്ടെന്റെ മനസ്സിലും താളപ്പെരുക്കങ്ങൾ തീർത്തിടുമ്പോൾ ചാരത്തു വന്നെങ്കിൽ ഓർമ്മനിക്കാമെന്നും മോഹിച്ച സ്വപ്നങ്ങൾ നെയ്തെടുക്കാം. ചിറകുമായി തമ്പുരു ശ്രുതി മീട്ടും മനസ്സിനുള്ളിൽ വർണ്ണങ്ങൾ പ്രേമാരിയായി നിൻ കാർക്കൂന്തൽ തൊട്ടു തലോടിടുമ്പോൾ അഞ്ജന വിഴികളിൽ പൊൻതിരി വെട്ടമായി ഉണുങ്ങിച്ചിരിച്ചെന്റെ മനം കവർന്നു നീ മനം കവർന്നു. കളിതുള്ളി പായുന്ന കാട്ടാറിനോരത്ത് വള്ളിക്കുടിയിലൊന്നു കെട്ടിടുമ്പോൾ കളിതുള്ളി പായുന്ന കാട്ടാറിനോരത്ത് വള്ളിക്കുടിയിലൊന്നു കെട്ടിടുമ്പോൾ തിരിവച്ച് മാറോടടയ്ക്കുവാൻ ഏകനായി നിൽപ്പൂ ഞാൻ താമസകേ ചിങ്ങാറും ശീലുമായി മഴയെത്തും നേരത്ത് വാരിപ്പുണരട്ടെ നുകർന്നിടട്ടെ. ചിറകുമായി തമ്പുരു ശ്രുതി മീട്ടും മനസ്സിനുള്ളിൽ വർണ്ണങ്ങൾ പ്രേമാരിയായി നിൻ കാർക്കൂന്തൽ തൊട്ടു തലോ
ഓടിടുമ്പോൾ അഞ്ജനമിഴികളിൽ ഒളിത്തിരി വെട്ടമായി ഉണങ്ങിച്ചിരിച്ചെന്റെ മനം കവർന്നു, നീ മനം കവർന്നു. എന്റെ അച്ഛനെ തീരെ പേടിയില്ല. പേടി എനിക്ക് നിന്റെ അച്ഛനെ? അയ്യോ, അതാ അച്ഛൻ. എവിടെ എവിടെ? വേഗം വേഗം. ആരപ്പത്? കൃഷ്ണനാണോ? കൃഷ്ണൻ ആരാ ഈ പണി ഒപ്പിച്ചത്? ആരാ നിങ്ങളെ കഴുത്തിനുള്ളിൽ ആക്കിയത്? വിശ്വനാഥ, നീയായിട്ട് ഇതാരോടും പറയണ്ട. നിനക്കുള്ള പണം അത് ഞാൻ ഏറ്റു. പാവം കൃഷ്ണേട്ടൻ എല്ലാവർക്കും ഒരു ഉപകാരിയാണ്. എന്ത് സഹായം ചെയ്യാൻ ഒരു മടിയും കാണിക്കില്ല. അങ്ങനെ കളിച്ചും ചിരിച്ചും ഇണങ്ങിയും പിണങ്ങിയും കുറേ കാലം. കരിവളയും പൊട്ടും ചാന്തും പുത്തനുടുപ്പുകളും കൃഷ്ണേട്ടൻ എനിക്ക് വാങ്ങിത്തരും. എന്നെ ജീവനായിരുന്നു കൃഷ്ണേട്ടന്. പക്ഷേ ഈ പാപിയായ ഞാൻ കൃഷ്ണേട്ടനെ വഞ്ചിക്കുകയായിരുന്നു. കൃഷ്ണേട്ടൻ എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ മറ്റൊരാളുമായി ഇഷ്ടത്തിലായിരുന്നു. ട്രാക്ടർ ഡ്രൈവർ തിരുനെല്വേലിക്കാരൻ മുത്തു. അങ്ങനെ ദിനങ്ങൾ മുന്നോട്ട് പോയി. ഞാൻ എൻ്റെ പ്രാണനായ മുത്തുവിൻ്റെ കൂടെ ഒളിച്ചോടി അങ്ങ് ദൂരേക്ക് വടക്കൻ മല കയറി. വർഷങ്ങൾ കടന്നുപോയി. ചേച്ചിക്ക് 5 വയസ്സും നിനക്ക് 2. കുട്ടൻ എൻ്റെ വയറ്റിലും. പ്രാണവേദനയോടെ എൻ്റേത് മാത്രമായ ദുഃഖങ്ങളെ കടിച്ചമർത്തി ജീവിച്ചു. ഒരിക്കൽ പണിയെടുക്കാൻ പുറത്തുപോയ നിങ്ങളുടെ അച്ഛൻ തിരിച്ചു വന്നില്ല. പട്ടിണിയും പരിവട്ടവും. അയൽക്കാരുടെ കഞ്ഞിവെള്ളം നിങ്ങൾക്ക് തന്നു, ഞാനും കുടിച്ചു. അങ്ങനെ ജീവിച്ചു പോന്നു നമ്മൾ. ഒരിക്കൽ എല്ലാം വലിച്ച് പുറത്തേക്ക് എറിയടാ. വേഗം. ശരി മുതലാളി. ഇങ്ങോട്ട് മാറിയിരിക്കടി. കടിക്കല കുട്ടി സാഹേ. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പണം. പണം എന്താ നിനക്ക് തരാൻ കഴിയോ? നിങ്ങൾ ആരാ? നിങ്ങൾ ആരാ? ഉടുമ്പ്. ഉടുമ്പ് വർക്കി.
മാറിക്കടി. വേണ്ട വേണ്ട, എന്നെ ഈ മക്കളെ ഒന്നും ചെയ്യരുത്. ഇങ്ങോട്ട് നടക്കടി, ഇങ്ങോട്ട് ഇങ്ങോട്ട് പാടി. ഇതാ പോലാടി. വേണ്ട വേണ്ട, എന്നെ ഈ മക്കളെ ഒന്നും ചെയ്യരുത്. ഈ ചെങ്കണ്ണനോട് കൽപ്പിക്കുന്നു, മടക്കി കയറ്റും ഞാൻ. എന്തിനാ നിങ്ങൾ ഇവരെങ്ങനെ ഉപദ്രവിക്കുന്നത്? 6 മാസം കഴിഞ്ഞു വാടക തന്നിട്ട്. പിന്നെ ഇവരുടെ കെട്ടിയോ വാങ്ങിയ പണം, അതിന്റെ പലിശയും കൂട്ടുപലിശയും ഒന്നും തരാതെ അവൻ മുങ്ങി. വരും, അവൾ വരും. പണിക്ക് പോയതാ, വന്നാലുടനെ നിങ്ങളുടെ പണം മടക്കി തരാം. ആര് വരാൻ? എവിടെ വരാൻ? അറിയോ, അവന് നാട്ടിൽ വേറെ പെണ്ണും കുട്ടികളുണ്ട്. നിന്നെ ഉപേക്ഷിച്ച് അവൻ അവരുടെ അടുത്തേക്കാ പോയത്. കണ്ടവന്റെ കൂടെ ഇറങ്ങി പുറപ്പെടുമ്പോ ആലോചിച്ചില്ല ചതിക്കുഴിയിലേക്കാ ചാടുന്നതെന്ന്. എന്നിട്ടിപ്പോ മോങ്ങുന്നോ? നിങ്ങൾ ഇവരെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് എന്താണ് കാര്യം? കാര്യമുണ്ട്. ഞാൻ മുടക്കിയ പണം, അത് മുതലും പലിശയും പലിശയുടെ പലിശയുമായി എനിക്ക് വേണം. അതാ കുടുംബവർക്കിയുടെ ഒരു രീതി. മുതലാക്കാൻ എനിക്ക് അറിയാം. പക്ഷേ ഇതായിപ്പോയില്ലേ അവസ്ഥ. അതുകൊണ്ട് ഇന്നിവിടെ ഇറങ്ങണം. ഇവരെ ഇവരെന്ന് ഇറക്കി വിട്ടാല് നിങ്ങൾക്ക് പണം തിരിച്ചു. ഈ ഒരു അവസ്ഥയിൽ ഇവർ എങ്ങോട്ട് പോകാനാ? അതൊന്നും വർക്കിയുടെ വിഷയമാണ്. സ്നേഹിച്ചാൽ വർക്കി നക്കി കൊല്ലും, വെറുത്താൽ കടിച്ചു വീഴും. അതുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ ഇങ്ങോട്ട് വരുത്താം. വരുത്തിയാൽ അടിവയറ് ചവിട്ടി കലക്കും വർക്കി. വെങ്കണ്ണ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങളെ സഹായിക്കാൻ എനിക്ക് യാതൊരു മാർഗവും ഇല്ല. ഞാനും എൻ്റെ കുടുംബവും പട്ടിണിയും പരിവട്ടവുമായി കഴിയുകയാണ്. അതുകൊണ്ട് ഞാൻ പോകുന്നു. മക്കളെ, മോളെ, ആരാണ് നിങ്ങൾ? എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഈ നരകത്തിൽ നിന്നും മരിക്കാൻ സമ്മതിക്കില്ലേ ഭഗവാനെ? നീ ചാവുന്നത് ചത്തോ? പക്ഷേ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈ കുരുന്നുകളെ? ഇല്ല, അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം കിട്ടാതെ ഇവരെ ഈ ഭൂമിയിൽ വളരണ്ട. നിനക്കും അച്ഛനും അമ്മയും ആങ്ങളമാരും ഉണ്ടായിരുന്നില്ലേ? അവർ നിന്നെ സ്നേഹിച്ചിരുന്നില്ലേ? എന്നിട്ടും അവരോട് നീ ചെയ്തത് മറന്നുപോയോ? ആരാണ് നിങ്ങൾ? കേട്ടു മറന്ന ശബ്ദം. കൃഷ്ണേട്ടൻ, കൃഷ്ണേട്ടൻ, കൃഷ്ണേട്ടാ. അതെ, നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടും നീ ഉപേക്ഷിച്ചു പോകാൻ അതേ കൃഷ്ണ. കൃഷ്ണേട്ടാ, എന്നെ ശപിക്കരുത്. ശപിക്കാൻ ഞാനാരാ? ഒരിക്കൽ എന്നെ സ്നേഹിച്ച നിങ്ങളെ ഞാൻ വഞ്ചിച്ചു. അച്ഛനെയും അമ്മയെയും ഏട്ടന്മാരെയും ചതിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്നോട് വെറുപ്പായി. ആർക്കും വേണ്ടാത്തവളായി. എല്ലാത്തിനും കാരണം നീ തന്നെയാണ്. അതെ അതെ, അതുകൊണ്ട് മരണത്തിൽ കുറഞ്ഞ എന്ത് ശിക്ഷയാണ് ഞാൻ അനുഭവിക്കേണ്ടത്? മരണം നിന്റെ മക്കൾക്കും വളർന്നു വരുന്ന ഒരു തലമുറയ്ക്കും എന്റെയും നിന്റെയും ജീവിതം ഒരു പാഠമായി. അതുകൊണ്ട് നീ മരിക്കേണ്ടതല്ല. ആരുമില്ലാന്നൊരു സങ്കടം വേണ്ട. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൃഷ്ണൻ കൂടെ ഉണ്ടാവും.
മുതൽ കൃഷ്ണേട്ടൻ നിങ്ങളുടെ അച്ഛനായി. അധ്വാനിക്കുന്നത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു. നിങ്ങൾക്കും എനിക്കും ഒരു കാവൽക്കാരനായി ആ വരാന്തയിലും ഈ മരച്ചുവെട്ടിലുമായി വർഷങ്ങൾ കഴിച്ചുകൂട്ടി. പിറന്നു വീണ അന്ന് മുതൽ എൻ്റെ കുട്ടന് വേണ്ടി ആയിരങ്ങളും പതിനായിരങ്ങളും ചിലവഴിച്ചു. നിന്നെയും ചേച്ചിയെയും പഠിപ്പിച്ചു. ചേച്ചിയുടെ വിവാഹം 4 ആളറിയെ മാന്യമായി നടത്തി. ഇപ്പോൾ ഈ വീടും പറമ്പും പണയം വെച്ചത് നിനക്ക് വേണ്ടിയാ. ആ പണം കൊണ്ടാ മോളെ നീ ജോലി നേടിയത്. എന്തോ ഒന്ന് നീ ഓർത്തോ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളൊന്നും എൻ്റെയോ നിങ്ങളുടെ അച്ഛൻ്റെതോ അല്ല. എല്ലാം എല്ലാം കൃഷ്ണേട്ടൻ്റെതാ, ആ പാവം മനുഷ്യൻ്റെ. അതേ മോളെ, അച്ഛ എന്ന് വിളിക്കുവാൻ മാത്രമേ കൃഷ്ണേട്ടൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ തനിക്ക് പ്രിയപ്പെട്ടതെല്ലാം വലിച്ചെറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുമ്പോഴും കഴിഞ്ഞുപോയ പ്രണയത്തെ നെയ്തെടുത്ത് അച്ഛനായിട്ടോ അമ്മയായിട്ടോ ഞങ്ങൾ ഇതുവരെ ഒരിക്കൽ പോലും ജീവിച്ചിട്ടില്ല. ഇല്ല അമ്മേ, ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല. ഇത്രയും കാലം ഞങ്ങളിൽ നിന്നും എല്ലാം മറച്ചു വെക്കായിരുന്നില്ലേ? മോളെ, ഓർമ്മകളുടെ നിറക്കൂട്ടുകൾ ചാലിച്ചു. ഒരു ചെറുവിരൽ കൊണ്ട് സ്പർശിക്കാൻ പോലും കൃഷ്ണേട്ടൻ തയ്യാറായിരുന്നില്ല. ചെയ്തുപോയ തെറ്റുകളുടെ ഭാണ്ഡം പേറി ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാനുള്ള വ്യഗ്രതയും വികാരങ്ങളെയും വിചാരങ്ങളെയും എന്നിലേക്ക് മാത്രമായി ഒതുക്കി നാമജപങ്ങളും പ്രാർത്ഥനയുമായി ഞാനും ഒതുങ്ങിക്കൂടി. ഇതൊക്കെ അമ്മയ്ക്ക് നേരത്തെ പറയാമായിരുന്നില്ലേ? അല്പമെങ്കിലും സത്യങ്ങളെ തിരിച്ചറിഞ്ഞ ചേച്ചി ഒന്നും പറഞ്ഞില്ല. നീ ഓരോ കുത്തുവാക്കുകൾ പറഞ്ഞ് കൃഷ്ണേട്ടനെ വേദനിപ്പിക്കുമ്പോഴൊക്കെ നിന്നോട് പറയാൻ ഞാൻ ശ്രമിച്ചതാ. പക്ഷെ ഒന്നും പറയാൻ എന്നെ അനുവദിച്ചില്ല. ഒരിക്കൽ മരണത്തിൻ്റെ വക്കിൽ നിന്ന് നമ്മളെ കൈപിടിച്ചുയർത്തിയത് കൃഷ്ണേട്ടനാ മോളെ. ഇനിയും ഇനിയും നീ വെറുക്കരുത്. നെഞ്ച് പൊട്ടിപ്പിളരുന്ന വേദനയുണ്ടല്ലേ? ഇല്ലമ്മേ, ഇല്ല. എന്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി. കെട്ടിപ്പിടിച്ച് കരണമെന്നുണ്ട്, കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ എനിക്കത് കഴിയില്ലല്ലോ. മോളെ, ഈ അമ്മയെ വെറുക്കല്ലേ മോളെ. അമ്മയെ വെറുക്കാനോ? അമ്മ, മനുഷ്യനെ തെറ്റുകൾ പറ്റൂ. അത് മനസ്സിലാക്കി തിരുത്താൻ കഴിയണം. അമ്മയുടെ തെറ്റ് തിരുത്താൻ ഇനി ഞാനായിട്ട് മറ്റൊരു തെറ്റ് ആവർത്തിക്കാതിരുന്നാൽ പോരെ? അമ്മ കരയണ്ട. ജീവിച്ചിരുന്നപ്പോ എന്റെ അച്ഛന് സ്വയം സമാധാനവും ഞാൻ കൊടുത്തില്ല. ഇനി അച്ഛനെ പറ്റി മോശമായി ഒന്നും ഞാൻ പറയില്ല. ശാരദാമോ, രണ്ടാളുണ്ടല്ലോ അവിടെ. കോയന്റെയോ? കുറച്ച് ദിവസമായിട്ട് കണ്ടിട്ട്. മോളെ, കൃഷ്ണനുള്ളപ്പോ ഇവിടെ വന്ന് 2 കൂട്ടം പറയുമ്പോ അതൊരു സുഖ. പിന്നെ ഇവിടുത്തെ കഞ്ഞിവെള്ളം കുടിച്ചാല് പരമ സുഖ. ഇത് അതാണ്. ഇന്ന് കഞ്ഞി ആയിട്ടില്ലല്ലോ പോയേക്കാം. കൃഷ്ണേട്ടൻ പോയേരെ. വേണ്ട, നിങ്ങൾ ബേജാറാവേണ്ട. ഒക്കെ നമ്മക്കറിയില്ല. കോയക്ക, മോളെ വിവരം എന്തെങ്കിലും? ഞമ്മളിപ്പോ അതിങ്ങനെ ആലോചിക്കും. നിങ്ങളെത്താ അത് ചോദിക്കാത്തത്? ശാരദാമോ, ബാക്കി എപ്പോ കുട്ടികളില്ല. നമ്മള് ഒന്ന് പേടിക്കണം. നമ്മളെ മൂത്ത മോള് ആമിന ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയിന്ന്. ഇത്
അതാണ്. ഒരു വിവരവും കിട്ടിയിട്ടില്ലേ? എന്ത് കിട്ടാൻ? കിട്ടിയിട്ടെന്താ കാര്യം? മാനക്കേട് മാറി കിട്ടുവോ? ബ്രോക്കർ കോയന്റെ മോള് ചാടിപ്പോയത് അങ്ങാടിയിൽ മുഴുവനും പാട്ട. പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ മനുഷ്യന്? ഏത് അതാണ്. കോയക്ക, നിങ്ങൾ വിഷമിക്കണ്ട. അല്ലാതെ അല്ലാതെ എന്താ നമ്മൾ ചെയ്യ? ഈ നാട്ടിലെ ചെക്കന്മാർക്ക് പെൺകുട്ടികൾക്ക് ചെക്കന്മാരെയും കാണിച്ചു കൊടുത്ത് കല്യാണം കഴിപ്പിക്കുന്ന ബ്രോക്കർ കോയന്റെ മോള് വളർന്നത് കാണാൻ നമുക്ക് കഴിയില്ല. ഇത് നമ്മളെ തെറ്റല്ലേ? സാധാരണ ഇവർന്ന് കിട്ടുന്ന കഞ്ഞിവെള്ളം കുടിച്ച് മുണ്ട് മുറുക്കി കൊടുത്ത് കിട്ടുന്ന പൈസ കൊണ്ട് 1 കിലോ അരി വാങ്ങി 5 പള്ള പോറ്റിയ കോയന്റെ കഷ്ടപ്പാട് മക്കൾ മനസ്സിലാക്കിയില്ല. ചാടിപ്പോയാലും പോട്ടെ, ഇനിയുമില്ലേ ഏറ്റികൾ 3 അരിറ്റികളെ കെട്ടാൻ ആരാ വരിക? മോളെ, കൃഷ്ണനുള്ളപ്പം പറയേരി നല്ലൊരുത്തന്റെ കൂടെ എന്നെ പറഞ്ഞേക്കണത്. അതിനോട് കഴിയില്ല. അതിനെന്താ കോയക്ക, നിങ്ങൾ ആളെ കൊണ്ടുവരി, ഞാൻ റെഡിയാ. ഇല്ല മോളെ, ഇല്ല. കോയ പോക്കർ പണി നിർത്തി. ഇനി ആരെങ്കിലും വന്നാലും ഞമ്മ മക്കളെ കെട്ടിച്ചാക്കാം. ഇത് അതാണ് ശാരദാമ്മ. ഞമ്മളെ പള്ള നന്ദിയില് മക്കളെ പള്ള നിറയ്ക്കാനുള്ള ഞമ്മളെ കഷ്ടപ്പാട് ഒരു മനസ്സിലാക്കാതെ ഇന്നലെ ഒന്ന് മെനിയാന്നോ കണ്ടി ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയാൽ ഏതൊരു തന്തയ്ക്കും തളയ്ക്കുക സഹിക്കാൻ പറ്റൂല. ഈ കോയക്ക് പറ്റൂല. കിടന്ന് പെടക്കിയ അതുകൊണ്ട് എന്റെ കൃഷ്ണന്റെ മോള് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ പറഞ്ഞാല് കോയക്ക് അത് താങ്ങാൻ കഴിയൂല. കാരണം എന്താണെന്നറിയോ? എന്റെ അച്ഛൻ കൃഷ്ണൻ സഹായിച്ചിട്ട് നമ്മളടുപ്പും കുറെ കുറഞ്ഞതാണോളെ. ഇതൊന്ന് പറയാൻ വേണ്ടി മാത്രം നമ്മൾ വന്ന് ഇത് അതാണ്. ശാരദേ, ശാരദേ, അമ്മേ, എന്താ അമ്മേ? എന്താ? നിങ്ങൾ പേടിക്കേണ്ട. ഇത് പ്രേതവും പിശാചൊന്നുമല്ല. നിങ്ങൾ മരിച്ചു എന്ന് കരുതിയ അതേ കൃഷ്ണൻ. എന്താ നിങ്ങൾക്ക് സംശയമുണ്ടോ? കൃഷ്ണേട്ടാ, മോളെ, എന്തോ അമ്മേ, അമ്മേ, അച്ഛൻ തന്നെയാണ്. അച്ഛൻ ഇത്രയും ദിവസം എവിടെയായിരുന്നു? അപ്പോ ആരുടെ മരണാനന്തര ചടങ്ങാണ് നമ്മൾ എവിടെ വെച്ച് നടത്തിയത്? നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ പറയാം. നിന്റെ കുത്തുവാക്കുകൾ കേട്ട് ജീവിതത്തോട് തന്നെ വെറുപ്പ് തോന്നി. 1000 മുള്ളാണികൾ നെഞ്ചിൽ തറയ്ക്കുന്ന വേദനയോടെ ഒന്ന് പൊട്ടിക്കരയാൻ പോലും കഴിയാതെ ഈ പടികളിറങ്ങിയ കൃഷ്ണേട്ടനെ ഞാൻ കണ്ടു. അതെ, കണ്ണനാണ് കൃഷ്ണേട്ടനെ എൻ്റെ അരികിലെത്തിച്ചത്. എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറഞ്ഞു കൃഷ്ണേട്ടൻ. എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് സ്വയം ഉരുകിത്തീരുന്ന കൃഷ്ണേട്ടനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നിന്നെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞാനും കണ്ണനും ചേർന്ന് കളിച്ച ഒരു നാടകമായിരുന്നു കൃഷ്ണേട്ടൻ്റെ മരണം. ഇതുകൊണ്ടൊന്നും നിന്റെ മനസ്സിനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന വിശ്വാസം ഞങ്ങൾക്കില്ല. പക്ഷേ നിന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ അഹങ്കാരത്തെ അല്പമെങ്കിലും മാറ്റിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നൊരു തോന്നൽ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. എൻ്റെ ഉള്ളിലെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷ തന്നെയാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നു. കുറ്റപ്പെടുത്തിയിട്ട് കാര്യവുമില്ല. ശാരദേട്ടി, നിങ്ങൾ ചോദിച്ചില്ലേ ആരുടെ ശവസംസ്കാരമാണ് ഇവിടെ വെച്ച് നടത്തിയതെന്ന്? നിങ്ങളുടെ ഭർത്താവിൻ്റെ, ഇവരുടെ അച്ഛൻ്റെ. കരയട്ടെ, കരഞ്ഞു തീർക്കട്ടെ. അയാൾക്ക് വേണ്ടി നിന്റെ അമ്മ ഇപ്പോഴെങ്കിലും ഒന്ന് പൊട്ടിക്കരയട്ടെ. കണ്ണേട്ട, സാറേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കെന്നല്ല, ആർക്കും ഒന്നും മനസ്സിലാവില്ല. ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ട അനാഥ ശവം
എൻ്റെ ഹോസ്പിറ്റലിലെത്തി. 2 ദിവസം കഴിഞ്ഞിട്ടും ആരും അന്വേഷിച്ചു വന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ പകച്ചു നിന്ന നേരത്താണ് കണ്ണനും കൃഷ്ണേട്ടനും കൂടി എന്നെ കാണാൻ വരുന്നത്. ആ ഡെഡ് ബോഡി ഞാൻ ഇരുവർക്കും കാട്ടിക്കൊടുത്തു. പക്ഷേ അത്ഭുതമെന്നോണം ആ ശരീരം കൃഷ്ണേട്ടൻ തിരിച്ചറിഞ്ഞു. അതെ, തിരുനെൽവേലിക്കാരൻ മുത്തുവായിരുന്നത്. ആശുപത്രിയിൽ നിന്നും ഞങ്ങൾ ഡോക്ടറുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അനാഥനെന്ന പേരിൽ ആ ശരീരത്തെ അവിടെ വിട്ടുപോരാൻ കൃഷ്ണേട്ടൻ തയ്യാറായി. തൻ്റെ ആരുമല്ല എന്നറിഞ്ഞിട്ടും നിങ്ങളുടെ ആരെല്ലാമാണെന്ന് മനസ്സിലാക്കിയിട്ടും ഒരേട്ടനെ പോലെ ആ ശരീരം ഏറ്റുവാങ്ങി ഇവിടെ കൃഷ്ണേട്ടന്റെ മണ്ണിൽ ശേഷക്രിയകളെല്ലാം ചെയ്ത് ദയിപ്പിച്ചില്ലേ? ഈ കൃഷ്ണേട്ടനെയാണ് നീ ഇത്രയും കാലം ദ്രോഹിച്ചത്. എന്റെ അമ്മ എല്ലാ കഥകളും പറഞ്ഞ ആ നിമിഷം മുതൽ ഒന്നല്ല 1000 തവണ ആ കാലിൽ വീണ് മാപ്പ് പറഞ്ഞവളാണ് ഞാൻ. ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ വന്നത്. വാ കൃഷ്ണേട്ട, നമുക്ക് പോവാം. ഇല്ല, ഇനി അച്ഛനെ എവിടേക്കും ഞാൻ വിടില്ല. ഇത്രയും കാലം കൺമുമ്പിൽ ഉണ്ടായിട്ടും എൻ്റെ അച്ഛനെ ഞാൻ മനസ്സിലാക്കിയില്ല. ഇനി എവിടേക്കും ഞാൻ വിടില്ല. വിശ്വനാഥ മോനെ, ഇനി ഞാൻ എവിടേക്കും വരുന്നില്ല. ഇവരാണ് എൻ്റെ ലോകം. ഇവരില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഇന്ദു, നഷ്ടപ്പെട്ടാലേ നഷ്ടപ്പെട്ടതിൻ്റെ വില മനസ്സിലാക്കണം. എന്നാൽ കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞില്ലേ? ഇനി നമുക്ക് തിരിച്ചു പോകാം. കൃഷ്ണേട്ട, ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നില്ലേ? മോളെ എന്തു, വിശ്വനാഥന് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇന്ദു, എൻ്റെ ഇളയ സഹോദരന് നിന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്താ നിന്റെ അഭിപ്രായം? സാർ എന്നോട് ക്ഷമിക്കണം. എൻ്റെ അമ്മ വലിയൊരു തെറ്റ് ചെയ്തു, ഒരുപാട് അനുഭവിക്കുകയും ചെയ്തു. ആ തെറ്റ് ഞാൻ ആവർത്തിക്കാൻ പാടില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്. അയാളെ അല്ലേ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? കണ്ണേട്ടാ, കണ്ണേട്ടാ, കണ്ണേട്ടാ.